കഥാപ്രസംഗം കേൾക്കാൻ പാതിരാത്രിയിലും ചെമ്പരത്തി വിടർന്നു തന്നെ നിന്നു. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികൾ കൈയടക്കിയ വേദിയിൽ കഴിഞ്ഞ തവണ എ ഗ്രേഡ് നേടിയ തിരുവല്ല DVHSSലെ അമൃതശ്രീ ഇക്കുറിയും കഥ പറഞ്ഞ് ആസ്വാദകർക്ക് രസാമൃതം വിളമ്പി. അതിഗംഭീരമായൊരു കഥാപ്രസംഗം അവതരിപ്പിച്ച ടീമിനൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? പേരെന്താണ്? എൻ്റെ പേര് അമൃതശ്രീ. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എന്തായിരുന്നു കഥാപ്രസംഗത്തിലെ കഥ? ആരാണ് ഈ കഥാപ്രസംഗം പഠിപ്പിച്ചത്? ആരാണ് ഗുരു? മഹാഭാരതം ബേസ് ചെയ്തുള്ള ഒരു കഥയായിരുന്നു. സുയോധനൻ എന്നാണ് കഥയുടെ പേര്, അഥവാ ദുര്യോധനൻ. എഴുതിയത് രാജേഷ് കെ പുതുമന സാറിൻ്റെ നിന്നാണ് നമ്മൾ കഥ മേടിച്ചത്. പരിശീലനം നൽകിയത് മധുലാൽ പുതുമന സാറായിരുന്നു. ഈ കഥാപ്രസംഗം എന്ന് പറയുമ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല പാട്ടും കഥയും ഒക്കെ കൃത്യമായി അറിയേണ്ട ഒരു ഇതുകൂടിയാണ്. നല്ല പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ഇങ്ങനെ പെർഫെക്റ്റായി ഒരു വേദിയിൽ ഇത് അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ നിരന്തരം പ്രാക്ടീസിനൊക്കെ ആയിട്ട് ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്? എൻ്റെ നിരന്തര സാന്നിധ്യമായിട്ട് എൻ്റെ അച്ഛനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അച്ഛനിവിടെ ഉണ്ട്. നമുക്കെന്തായാലും അച്ഛനെ കൂടി ഈ വേദിയിലേക്ക് ഇവിടേക്ക് വിളിക്കാം എന്നുള്ളതാണ്. ജനൻ TV സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ചീഫ് സബ് എഡിറ്റർ ആയിട്ടുള്ള വിനോദ് കുമാറാണ് നമുക്ക് ഒപ്പമുള്ളത്. മകളാണ്. എങ്ങനെയാണ് മകളെ ഈ രീതിയിലൊരു പെർഫോമൻസിനൊക്കെ ഒരുക്കിയത്? എന്തൊക്കെ ഒരുക്കങ്ങളായിരുന്നു നടത്തിയത്? മകളെ സംബന്ധിച്ച് കഥാപ്രസംഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കലയാണ്. ഞാൻ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്കൂളിലും ഒക്കെ കലോത്സവങ്ങളിൽ വന്നിട്ടില്ല, സ്കൂളിലും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ചെറിയ ക്ലബ്ബുകൾ, ഉത്സവപ്പറമ്പുകൾ, അവിടെയൊക്കെ ചെറിയ രീതിയിൽ കഥാപ്രസംഗമൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മകൾ വന്നപ്പോൾ അവൾ കവിതയൊക്കെ ചൊല്ലുന്ന ആളാണ്. നന്നായി പ്രസംഗമൊക്കെ പരിശീലിപ്പിച്ചിരുന്നു. അപ്പോൾ കഥാപ്രസംഗം പഠിപ്പിക്കാം എന്ന് കരുതി കഥാപ്രസംഗം പഠിപ്പിച്ചു. നന്നായി പെർഫോം ചെയ്തു. അത് കഴിഞ്ഞ വർഷവും A ഗ്രേഡ് ഉണ്ടായിരുന്നു. ഈ വർഷവും കഥാപ്രസംഗമായിട്ട് വന്നു. അപ്പോൾ ഈ പറഞ്ഞ പുതുമന സാറ്, രാജേഷ് പുതുമന സാറിൻ്റെ കഥയാണ്. മധുലാൽ പുതുമനയാണ് പരിശീലനം കൊടുത്തത്. അവരൊക്കെ പഠിപ്പിച്ചാണ്. ഞാൻ പിന്നെ അവർ പറഞ്ഞ വഴി ഇവൾ കൃത്യമായി പറയുന്നുണ്ടോ അത് ഞാൻ കൃത്യമായി വാച്ച് ചെയ്ത് ഇടയ്ക്ക് സ്കൂളിലൊക്കെ പോയി ഇതൊക്കെ കൂടെ പഠിക്കുന്ന കുട്ടികളാണ്. അവരെയൊക്കെ ചേർത്ത് നിർത്തി അവിടുത്തെ അധ്യാപകർ അവർ നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. നമ്മൾ മകൾക്കൊപ്പം തന്നെ എല്ലാ പിന്തുണയും കൊടുത്തൊപ്പം തന്നെ ഉണ്ട്. അതെ, നമുക്കൊരു സന്തോഷമാണല്ലോ. മകള് ഇങ്ങനെ സംസ്ഥാന കലോത്സവം എന്ന് പറയുന്നത് നമുക്കൊന്നും വരാൻ പറ്റാത്ത ഒരു ഇതാണ്. അപ്പോൾ അവിടെ വരിക, മകൾ മാത്രമല്ല മകളെപ്പോലെ എത്രയോ കുട്ടികൾ, ഈ കുട്ടികളൊക്കെ കലോത്സവത്തിൻ്റെ വേദി സംസ്ഥാന തലത്തിൽ വരിക എന്ന് പറയുമ്പോൾ അതൊരു അഭിമാനമല്ലേ. അങ്ങനെയാണ്. അപ്പോൾ മകൾ മാത്രമല്ല, എത്ര കുട്ടികളാണ് ഇന്ന് കണ്ടില്ലേ സ്റ്റേജിൽ, എത്ര കഴിവുള്ള കുട്ടികളാണ് കഥകൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സന്തോഷമാണ്. അത് തന്നെയാണ് ഒരു അത്യുഗ്രൻ പെർഫോമൻസ് ആയിരുന്നു വേദിയിൽ കഥാപ്രസംഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത്. എന്തായാലും ക്യാമറമാൻ സന്തോഷിനൊപ്പം അനഘ ഹർഷൻ, ജനം.